മഴത്തൂവലൊന്നു തരുമോ നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാൻ ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ 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 നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാൻ ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ വെരി ഗുഡ് മോനെ, വെരി ഗുഡ്, വെരി ഗുഡ്. ധ്യാൻകുട്ടാ അസലായിട്ട് പാടി. അതായത് എന്താ ഒരു ഭാവം, ഒരു ഫീല്, ഇതെല്ലാം പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. ശ്രുതി ശുദ്ധമായിരുന്നു, സംഗതികളൊക്കെ കറക്റ്റ് ആയിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. ആ ടോപ്പ് ബാൻഡ് നല്ല ബാക്കിംഗ് ആയിരുന്നു. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ധ്യാൻകുട്ടാ ഉഗ്രനായിട്ട് പാടി, നല്ല രസമായിട്ട് പാടി, നല്ല ആ ഫീല്, അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് ജേട്ടൻ പാടിയ പാട്ടാണ്. ജേട്ടൻ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, നമ്മളെല്ലാരും വിശേഷിപ്പിക്കുന്നത് ഭാവഗായകൻ എന്നാണ്. അപ്പൊ ആ ജേട്ടന്റെ ആ കൊടുത്തിട്ടുള്ള ആ ഫീല് മോൻ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് പല സ്ഥലത്തും വിജയിച്ചു. വെരി ഗുഡ്. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ഇവിടെ പാടിയതിൽ കേട്ടോ. റിമി ചേച്ചിയല്ലേ ഇതിന്റെ ഒരു വേഷം പാടിയിട്ടില്ല? അത് ഭയങ്കര ഹിറ്റ് അല്ലായിരുന്നു. അത് ചെയ്ത പാട്ട്, അതായത് കവർ സോങ്സ് ചെയ്തതിൽ എനിക്ക് ഒത്തിരി അപ്രീസിയേഷൻ കിട്ടിയ ഒരു വർക്കായിരുന്നു. ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഈ വേദിയിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഭാവഗായകൻ പി ജയേന്ദ്രൻ സാറ് നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് അധികം നാളായില്ല. പക്ഷെ
ഇത്രയും ലെജൻസ് ആയിട്ടുള്ള ഒരു ലെജൻഡറി ഒരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു സിംഗർ അവരെ പോലുള്ള പ്രത്യേകത എന്താന്ന് പറയട്ടെ, നമുക്ക് ഒരു അദ്ദേഹം വിട്ടുപോയി എന്നുള്ള ഫീല് വരുന്നില്ല. അതെ അതെ. കാരണം ലക്ഷക്കണക്കിന് പാട്ടുകളുടെ Evergreen ആണ് അവരൊക്കെ. ഇവിടെ എവിടെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു, നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു, എവർഗ്രീൻ ആയിട്ട് എന്ന് നിൽക്കും. തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ, നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാൻ, ഇരുൾ മൂടിയാലും എൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. ഉറങ്ങാത്ത മോഹം തേടും ഉഷസിന്റെ കണ്ണീർ തീരം, കരയുന്ന പൈതൽ പോലെ കരളിന്റെ തീരാദാഹം, കനൽ തുമ്പി പാടും പാട്ടിൽ കടം തീരുമോ, തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ, നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാൻ. വെരി ഗുഡ് വെരി ഗുഡ്. മോനെ എനിക്കുള്ളൊന്നും പറയാനില്ലടാ. ഇനിയിപ്പോ എല്ലാം നിനക്ക് നല്ല പ്ലസ് പോയിന്റ് കേട്ടില്ലേ, നല്ല കമന്റ്സ് കേട്ടില്ലേ, അടിപൊളിയായിട്ട് നീ പാടി കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ വിശ്വാസേ, നിനക്ക് മാർക്കിൽ വിശ്വാസമുണ്ട് ഉണ്ടോ? എങ്കിൽ ഞങ്ങൾ തരുന്നു 100/100. ആദ്യൊരു വിശ്വാസ് പുകുരി.